അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ അതേ സാറിനെ വണ്ടലയിൽ മുക്കുന്നതാണ് ഗൈസ്, മുക്കിക്കൊല്ലും. ആ വഴിയാ കൊണ്ട് അങ്ങനെ വിടാൻ പറ്റില്ല. പക്ഷേ അതെങ്ങനെ വിടാൻ പറ്റും? ഒരു മണിക്കൂർ ഞങ്ങൾ അവിടെ വെറുതെ ഇരുന്നു. ആഗസ്റ്റിൽ പിടിച്ചിട്ട് നമുക്ക് ഒരു ഷോ കൂടെ കാണാൻ പറഞ്ഞു. മണിക്കൂർ അവിടെ വേസ്റ്റ് ആയോ? എനിക്കിത് പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് വൃന്ദാവൻ ഗാർഡനിലോട്ടാണ്. മൈസൂരിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ മൈസൂർ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതാണ്, ഉറപ്പായിട്ട് പോയി കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. നമ്മുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടുന്നതായിരിക്കും. നമ്മളെവിടെ വന്ന വൃന്ദാവൻ ഗാർഡൻസിൽ കുറെ വണ്ടി, അവിടുത്തെ പാർക്കിംഗ് ഏരിയ എന്നാണ് നിൽക്കുന്നത്. ശരി, ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇത് ഏറെന്ന് തോന്നുന്നു, അരുണാചൽ പ്രദേശ്. അപ്പോൾ ഇതാ. ഓ താങ്ക്സ്, ബൈ. വെറുതെ അരുണാചൽ പ്രദേശ്. അവർ ഫുഡായിട്ട് ഉണ്ടാക്കുന്നു, സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത്. സ്ലീപ്പറാണ് കേട്ടോ, AC സ്ലീപ്പർ വണ്ടിയാണ് വരുന്നത്. വണ്ടിയാടേ. താങ്ക്സ് ഫോർ വിഷയം തന്നെ കേട്ടോ. അല്ലടാ, അവിടെ ബുക്കിങ് അവിടെ തന്നെ ബുക്കിങ്. ഫോണല്ലേ വരി വരി ഏറ്റു പോകും. ഒന്നിൻ്റെ ബാക്കൊന്ന് ടീച്ചറിന് എന്താ പറഞ്ഞു? ടീച്ചറെ അത് തന്നെ ടീച്ചർ നോക്കി നിൽക്കില്ലേ. വരൂ. ഹലോ പാനിപ്പൂരി, മസാലപ്പൂരി, പേരിപ്പൂരി. ഇതോടാ ഇവിടെ ഇട്ടെന്തൂടെ വെള്ളം കേട്ടാ. ഫ്രണ്ടിൽ ജാമിൻ്റെ ഫ്രണ്ടിൽ വെള്ളം, ബാക്കിൽ വെള്ളം. നോക്കാം, ബാക്കിൽ വണ്ടില്ല. അവിടെ മാപ്പ് ഉണ്ടോ? अरे यार
അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ എത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് വൃന്ദാവനം ഗാർഡനിലെ കാഴ്ചകളാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും വൃന്ദാവനം ഗാർഡൻ, വൃന്ദാവൻ്റെ അടുത്തുള്ള KRS ഡാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടെങ്കിലും ഇപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് പുതുക്കിപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അത് മാത്രമല്ല, ഒരു ട്രാജഡി ഐറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നുപോയി. കാരണം ഇന്ന് രാവിലെ നമ്മൾ ചാമുണ്ടി ഹിൽസിലും പിന്നെ മൈസൂർ ഒക്കെ പോയി ചെന്നുള്ള വീഡിയോ എടുത്തതുകൊണ്ട് തന്നെ ചാർജ് ചെയ്തു പോയി. പവർ ബാങ്ക് ഉണ്ടായിരുന്നു, തലേ ദിവസം ചാർജ് കിട്ടത് എൻ്റെ റൂംമേറ്റ് TV ഓഫാക്കിയപ്പോൾ അതും കൂടെ ഓഫാക്കി. അപ്പോൾ എന്ത് ചെയ്യാനാ, അപ്പോൾ അങ്ങനെ പോയി. അങ്ങനെ ദിലീപ് കാരണം, എൻ്റെ കൂട്ടുകാർ ദിലീപ് കാരണമാണ് ബാക്കിയുള്ള ഇന്നത്തെ ഫുൾ വീഡിയോ അവൻ്റെ ഫോണിൽ എടുത്താണ്. ബോട്ടിംഗ് ഉണ്ടോ നമുക്ക്? ഡാൻസ് കളിക്കാമല്ലോ. ഞാൻ പലതും പറയും, അത് വിശ്വസിക്കാൻ പോണെങ്കിൽ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് വെച്ച് കാണിച്ചു തരാം. ഞാൻ എങ്ങോട്ടേക്കാണ് പോയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. കാവേരി നദിക്ക് ഫ്രണ്ടിൽ പണിതിരിക്കുന്ന ഡാമാണ് KRS ഡാം. ഈ KRS ഡാമിൻ്റെ ഫ്രണ്ടിലാണ് ഈ വൃന്ദാവൻ ഗാർഡൻ വരുന്നത്. KRS എന്നുള്ളത് കൃഷ്ണരാജ സാഗർ ഡാം എന്നാണ് എൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ ഈ ഡാം വന്നിട്ട് 60 ഏക്കർ ഏരിയയിലാണ് പണിതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ബസ് വന്നിട്ട് പാർക്ക് ചെയ്യുന്നത് ഈ ഏരിയയിലാണ്. നിങ്ങൾക്ക് റൈറ്റ് സൈഡ് ടോപ്പിൽ കാണാൻ സാധിക്കുന്നത് ഞാൻ പറയുന്ന സ്ഥലങ്ങളുടെ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബസ് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലോട്ട് വരികയാണ്. ടിക്കറ്റ് ഇവിടെയാണ് നമുക്ക് എൻട്രി വരുന്നത്. ഇതിൻ്റെ അകത്ത് കയറുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇടത്തോട്ടുള്ള വഴി കയറി നമ്മൾ ഈ വൃന്ദാവൻ സെൻറ്റർ പോർഷനിലെത്തുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഒറ്റ സ്ട്രെയിറ്റ് ആയിരുന്നു നടന്നു വരും. ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. തിരിച്ച് നമ്മൾ വീണ്ടും അങ്ങോട്ട് തിരിച്ചു പോകുന്നു. പിന്നെ നമ്മൾ നൈറ്റായ സമയത്ത് തന്നെ നമ്മൾ പാലം ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോവുകയാണ്. നമ്മൾ പോകുന്നത് വേറെ ഒന്നിനൊന്നുമില്ല, മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ട് അവിടെ. മ്യൂസിക്കൽ ഫൗണ്ടൻ ഒന്ന് കാണാനും ആ പരിപാടിയാണ്. അപ്പോൾ അവിടെ ടോട്ടലി 3 ഷോ ഉണ്ട്. ഒരു ഷോ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ 2 ഷോ ആണുള്ളത്. ആ 2 ഷോയുടെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ട്രൈ ചെയ്യാൻ പോവാണ്. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ അതേ സാറിനെ നമുക്ക് വണ്ടർലയിൽ മുക്കുന്നതാണ്. ഗൈസ് മുക്കിക്കൊല്ലും. വീഡിയോ എടുക്കണോ നീ? ട്രോളിംഗ് ആണോ ഗൈസ്? അഗസ്ത്യ സാറ് പറഞ്ഞ പോലെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയാണ്. വീടല്ലേ അടുത്ത പേരുണ്ട്. ആ വഴിയാ കൊണ്ട് ആയിട്ടാ നമ്മളടക്കി ഇതാ എൻ്റെ അമ്മ. ഇതാണ് സംഭവം. ഇതിനാണ് ആൾക്കാർ കൂടി ഇവിടെ നിൽക്കുന്ന. അമ്മേ, ഇവിടെ നിന്ന് രജിസ്ട്രേഷൻ എന്തുണ്ടോ തോന്നുന്നു. രജിസ്റ്റർ കാണാൻ പറ്റുന്നു. ക്യാമറ പിടിക്കാനുള്ള അവസരമൊന്നും എനിക്കില്ല. ഡാർക്കാണ്. അങ്ങനെ അടുത്ത് പോണം. ചാടുക. ഇത് സൂപ്പറാണ്. Lights off.
ബാക്ക് ഇറങ്ങാം അതേ നല്ലതാ പണിയാണ് ഫ്രണ്ടിയാണ് ഇവനെ എടുത്തേ ഇഷ്ടപ്പെട്ടത് ലൈറ്റിങ് സൂപ്പർ അല്ലേ തീയൊക്കെ വന്നത് പക്ഷെ തീ കുറഞ്ഞു തീയും കൂടി കൂട്ടി വന്ന് കേട്ടപ്പോൾ അടിപൊളി സാധനമായിരുന്നു നമ്മൾ ഈ വഴിയൊക്കെ ഉണ്ടോ വന്ന മറ്റേ അമ്മച്ചിമാരുണ്ടോ അമ്മച്ചിമാരുണ്ട് ഒരുപാട് സാധനങ്ങളായിരുന്നു കാണിക്കാനെല്ലാം കൂടെ ലൈവ് ഫിഷ് ഫ്രൈ ലൈഫ് ഫിഷ് ഫ്രൈ 500 എങ്ങനെയായിരിക്കും ചെകളായിരുന്നു എടുത്തിട്ടുണ്ടോ ഫിഷ് എത്രയാണ് ഒന്നെടുക്കാം 60 ട്രൈ ചെയ്യാൻ നോക്കടാ പൊരിച്ച് മാച്ചിട്ട് കടക്ക് പോവാ തൊലി തിന്നല്ലേ കേട്ടാ തൊലി തിന്നല്ലേ എടാ കഴിച്ച എടാ ഇതിന്റെ ബാക്കിലുണ്ടോ പറഞ്ഞാ അവര് പോയി അതാണ് പ്രശ്നം അവര് പോയില്ലേ सिर्फ फिश फ्राई खाने के लिए हम हमारे जा सकता है 20 minutes later. हमारी बड़ा दी സ്കൂട്ടായി നമ്മൾ ഫിഷ് ഫ്രൈ കഴിച്ചു അടിപൊളിയായിരുന്നു ഞാൻ വിചാരിച്ചു 500 മീൻ എനിക്ക് ഇടുന്നില്ല ഏറ്റവും കൂടി 80 ഇത്രയുള്ള ഞാൻ 80 ഇല്ല ഇവിടെ ഒരു സ്വന്നാലാളിയാ വണ്ടി ഉണ്ടല്ലോ എണ്ണ അടിക്കാനൊക്കെ നമുക്ക് പൈസ കിട്ടും 5 minutes later. വീണ്ടും we lost. They are coming. എവിടെ കാണും അരെ ഭായ് ബഹൻ അത് പോരാ നിങ്ങൾ എവിടെയാ അന്നേ പാപ്പ മീൻ വില കേട്ടാ 60 രൂപയുള്ളൂ അവസാനം എങ്ങനെയൊക്കെ നമ്മൾ ഒത്തു കേരള 74 കാട്ടാടാ വണ്ടി കേടേ വില ഓ ഒന്നും കൂടെ പോയിട്ട് പോവാം ആഹത്തെ വാക്കൽ ആൾക്കാർ ഇത് KSRTC ബസ്സാണ് KSRTC കർണാടക ബസ്സാണോ കേരള ബസ്സാണ് ഏതായാലും ഡാമൊക്കെ പോകും ഈ പോണതാരാ ഓ ഇപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെ ക്ലാസ്സിലുള്ള അല്ല വേറെ മാമി ഓണെന്ന് വണ്ടി ഇടിച്ച് കഴിച്ച് അവർ ഓടുന്നു ഇല്ല വേറെ മാമിയെ ഞാൻ ഓടട്ടെ പോട്ടെ വിടലില്ല ബ്ലാക്ക്
പോട്ടെ റൈറ്റ് അവിടെ ഉണ്ടായിരുന്നു കണ്ടായിരുന്നു. അതിനുള്ള ഒരു സാഹചര്യം സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. അതെ അല്ലേ ഇപ്പോഴാണ് കിട്ടിയത്. പോട്ടെ പോട്ടെ പോട്ടെ. നമ്മളെ വണ്ടിയിലല്ല പോയി തോന്നണ്ടാ സാമാരെ വിളിച്ചാണ്ടാ മൂത്രമൊഴിക്കാൻ പോയതാണ്ടാണ്. ഇപ്പഴത്താ A few minutes later. അവസ്ഥ വന്നതിനെ പൈസ വീഡിയോ നന്നു പോട്ടെ. ഹലോ ബൈ. ഞാനുണ്ടോ ഒരു മാമിയാണെന്ന് പിന്നീട് വീണ്ടും കാണിക്കണ മാമിയുടെ പിറകെ വീണ്ടും വന്നു എന്താ പൊന്നെ പാട്ടില്ലാതെ പുല്ല് പട്ടിയാവും. വേറെ സാധനമുണ്ട്. ഒരുപാട് ബസ്സിലെ വെയിറ്റിംഗ് ആണ് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ അതേപോലെ വെയിറ്റിംഗ് ആണ് പോകാൻ വേണ്ടിയിട്ട്. ഒരു ബസ് കിടപ്പുണ്ട്, അതാണ് പ്രശ്നം എന്ന് അറിഞ്ഞൂടാ. എന്താ ജോഷ എന്താ ഒരു ബസ് കാണാമെന്ന് അറിയില്ല. എന്നാലും ശരി എല്ലാ പിള്ളേരെ ഇന്ത്യയുടെ കൊണ്ടിട്ട് അടുത്ത് ഒരു DJ പാർട്ടി. സെക്കൻഡ് ഡേ ഇന്നല്ല, തേർഡ് ഡേ ഇന്നും ഒരു പാർട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. ക്യാമ്പ് ഫയർ ക്യാൻസലാക്കി എന്തോ അറിയില്ല. ഇല്ല, നമുക്ക് നോക്കാം. ക്യാമ്പ് ഫയർ ക്യാൻസലായിട്ട് ആയിരിക്കാം ചിലപ്പോൾ ഈ DJ നടക്കുന്നുണ്ടാവുക. ഒരുപാട് പേരുണ്ട്. നമ്മൾ മറ്റാണെങ്കിൽ പ്രൈവറ്റ് ആയിരുന്നു. ഇതാ കുറേ പേരും ഉള്ളതെന്നാണ് തോന്നുന്നത്. പല സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാരുണ്ട്. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഇവിടെ മാത്രമല്ല നേപ്പാളിൽ നിന്ന് ആൾക്കാരാണ്. നേപ്പാൾ. ഓക്കെ, അതായിട്ടൊക്കെ പോകണം. നമുക്കിടപ്പം ലൊക്കേഷൻ ഹെഡുക. ഇവിടെ ദിലീപ് നിങ്ങൾ നിൽക്കണേ. എനിക്കറിയില്ല, ഞാൻ കയറിയപ്പോ സൗണ്ട് ഒക്കെ നല്ല നോക്കാം. കഴിച്ചിട്ട് പോണം. ഇവിടെ DJ അപ്പുറത്താ. ഇവിടെയാണ് ഒരു മതിലിന്റെ അപ്പുറം.
ഉണ്ട് എല്ലാവരും ഫുഡ് അടിക്കാടാ വാടാ പോവാടാ അവിടെ കുഴപ്പമൊന്നുമില്ല പോയി കഴിച്ചിട്ട് വാ എടാ അവരോട് കിട്ടും നേരത്തെ പോലെ വലിയ ഓർഡർ സമയമുണ്ട് എല്ലാരും കയറും അല്ലേ നാളെ ഫുഡ് അടിക്കാൻ പോയാലോ പിന്നെ അവിടെ ഓടിച്ച ഇത്രേ ഉള്ളൂ നീ ഓടിച്ചു നീ ക്യാമറ യൂസ് ചെയ്യും ഞാനേ അങ്ങനെ ചമ്മത്തില്ല കേട്ടോ ഒരു മിനിറ്റ് മഞ്ഞ ഊര് ഇല്ല വേണ്ട ഇവന്മാര് കുറേ വാങ്ങടാ ഇത് കൊള്ളാമല്ലോ അവിടെ ഒരു മൂലയിൽ പോയി ഒതുങ്ങിയിരിക്കണേ നല്ലത്. ആ അത് മാറാം ലുങ്കിയുണ്ട് പയ്യന്മാരാലും ഞാൻ കയറില്ല വെറുതെ വിഷയമാണ് എന്തിനാണ് നീ കാരണല്ല ഞാനും കാരണമില്ല പോരെ DJ कैंसिल कर दिया क्योंकि बहुत सी सीन है और हम कैंसिल ചെയ്തു ഡിലീറ്റ് ചെയ്തു നമ്മൾ ക്യാമ്പ് ഫയർ ഇല്ല ക്യാമ്പ് ഫയർ അതിന് പിന്നെ ഫുഡ് കഴിക്കാനുള്ള തിരക്ക് ഇത്രയും അപ്പം DJ നല്ല ബോയ്സൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഗേൾസിന് പ്രശ്നം ആയതുകൊണ്ട് നമ്മൾ പിന്നെ പോയില്ല കയറില്ല അടുത്ത് പിന്നെ മതിയായിരിക്കും നമുക്ക് വണ്ടി തന്നെ ഉണ്ടല്ലോ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് തന്നെ ഫുഡ് കഴിക്കാൻ നീന്തലിന് വന്നു ചപ്പാത്തി ഇറക്ക് റൈസ് ഇറക്ക് ഇവിടെ ഒരു ചിക്കൻ ഉത്തുപൂച്ച കുറച്ച് ചിക്കൻ പീസ് ആൻഡ് ജസ്റ്റ് ഗ്രേവി ഇത്രയാണ് ഉള്ളത് ചപ്പാത്തി വലിയ പെറോട്ട ഉണ്ട് പെറോട്ട എടുത്തില്ല ഈ കാലം രാത്രി ശരിയാവില്ല അപ്പോൾ ഇത്രയാണ് സംഭവം എൻ്റെ കൂടെ നമ്മളെല്ലാവരും ഉണ്ട് ഓക്കെ സെറ്റ് അങ്ങനെ നമ്മൾ തിരിച്ചു വീട്ടും പോവുകയാണ് അങ്ങോട്ടായിരുന്നു സംഭവം കേലെല്ലാം കേല വണ്ടിയാ ഇവിടെ കേല 19 പാറശല വണ്ടി നമ്മള് വയനാട് വെച്ച് കാട്ടിന്റെ അകത്ത് ഫോട്ടോ എടുത്തോണ്ടിരുന്നുണ്ടോ ആ വണ്ടിയല്ലേ ഈ വണ്ടിയാണ് ആ സ്പൈഡർ AC 20 minutes later. 11 മണിക്ക് നമ്മള് പിന്നെ പോലെ കിട്ടിയ റൂം വേണ്ട സെറ്റ് സാധനം നാല് എൻട്രി കയറുന്നു എൻട്രി വരുമ്പോഴത്തേക്ക് ഇവിടെ ശില്പപ്പുരി വരുന്നു സ്ഥലം ഒരു ഡബിൾ സൈസ് ബെഡ് എത്ര ഉള്ളു സ്പേസ് എത്ര ഉള്ളു സ്പേസ് പിന്നെ ബാഗെല്ലാം അവിടെ വയ്ക്കാൻ ഇവിടെ TV പിന്നെ ഒരു ജനലാണല്ലോ ഇത്ര ഒരു വിൻഡോ ഉണ്ട് ഒന്നുമില്ല പിന്നെ അവിടെ വന്ന് ബാത്റൂം ഒരു ഹീറ്റർ എക്സോസ് ഫാൻ വാഷിംഗ് സ്പേസ് പിന്നെ ലൈറ്റ് ഉണ്ട് കണ്ട് കൊള്ളാമല്ലേ ജസ്റ്റ് സിമ്പിൾ ഇന്നലത്തെ റൂം ഞങ്ങൾ വല്ലായിരുന്നു സെറ്റപ്പായിരുന്നു അകത്ത് ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നെൻ്റേതായിരുന്നു രണ്ടാമത്തെ രണ്ടുമില്ല ഈ ബാഗ് കാണിച്ചതില്ല ബാഗ് കാണിച്ചില്ല സമയമുണ്ട് ഇത് ഞാൻ കൈ കൊണ്ട് നടക്കുന്നത് ഇതെല്ലാം ഫുള്ള് നോട്ടണം അത് കാണിച്ചതാണ് ലൈറ്റ് കത്ത് അതുപോലെ തന്നെ ഞാൻ കഴുത്തിൽ നിൽക്കുന്നത് ലൈറ്റ് കത്ത് ഓ ഗൈസ് നമുക്ക് വലിയ ബാൽക്കണി ഇല്ല വലിയൊരു വിൻഡോ നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത് വണ്ടി ആ ഓ അതെ നല്ല അതാണ് ലൈറ്റ് ഇവിടുത്തെ സർക്കാർ സെറ്റ് കൊടുത്ത് ലൈറ്റ് കണ്ട വണ്ടി സൈഡ് കാണാൻ ഓക്കെ തന്നെ വിഷയമാണ് ഈ വണ്ടിക്ക് AC ഉണ്ട് പക്ഷെ അങ്ങനെ AC കിട്ടില്ല AC ഇടാൻ ആ പാക്കേജ് അല്ല നമ്മൾ ഓ അതാണ് വിഷയം AC പാക്കേജ് അല്ല AC ഒക്കെ വിഷയമായിരുന്നല്ലേ അടുത്ത് നാളെ നമ്മൾ പോകുന്നത് ഇവിടെയൊക്കെയാണ്
കൂർഗാണ് പോകുന്നത്. എന്നിട്ട് നാളെ നമ്മൾ പോകുന്നത് കൂർഗാണ്. അപ്പോൾ കൂർഗ് വിശേഷങ്ങളായി നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും നമ്മൾ കൂട്ടിയിട്ട് എൻ്റെ കണ്ണ് കണ്ടിട്ട് കണ്ടറിയാം. നമുക്ക് ഉറക്കത്തിൽ പോയി ഇരിക്കുകയാണ്, ഉറങ്ങാൻ മുട്ടിയിരിക്കുകയാണ്. അങ്ങനെയാണ് എൻ്റെ കണ്ണല്ല, എൻ്റെ കണ്ടീഷൻ മൊത്തം അല്ല, ഞാൻ മാത്രമല്ല എല്ലാവരും. അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ്. നിങ്ങൾ ഗുഡ് നൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗുഡ് നൈറ്റ്. ശരി. ഇപ്പം സമയം 11:30 പക്ഷേ കണ്ടല്ല പോകുന്നു ശശി. പോട്ടെ. അപ്പോൾ പറയാൻ വന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ അഗസ്തി സാറിൻ്റെ ബർത്ത്ഡേ നാളെ ആ വഴി ഇനി 1/2 മണിക്കൂർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തിരി കേക്കൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആഘോഷം കൂടി കഴിഞ്ഞിട്ട് ആയിരിക്കും ഇന്ന് നൈറ്റ് ഉറങ്ങാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ കൂടി ഇന്ന് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. 5 minutes later. എല്ലാത്തിനും കണ്ണ് ചൂപ്പറ്. ഇതാണ് കേക്ക് കേട്ടോ. ഈ കേക്ക് കാണിച്ചില്ല, കണ്ടില്ലെന്ന് പറയില്ല. കേക്ക് പോയി, അവിടെ ഇടിച്ച് പോയി, കുറച്ച് പോയി, കുഴപ്പമില്ല. അങ്ങനെ വിടാൻ പറ്റില്ല. പക്ഷേ അതെങ്ങനെ വിടാൻ പറ്റും? എത്ര പേർക്ക് പ്രശ്നമായി, എത്ര കാര്യം നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വരും. അത് നമ്മൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്യും. അതനുസരിച്ച് അറേഞ്ച് ചെയ്ത് അവിടെ വെറുതെ ഇരുന്നോ, 1 മണിക്കൂർ ഞങ്ങൾ അവിടെ വെറുതെ ഇരുന്നോ. അഗസ്റ്റിന് പിടിച്ചിരുത്തി ശരി നമുക്ക് ഒരു ഷോ കൂടെ കാണാമെന്ന് പറഞ്ഞു. നീ അല്ലേ പറഞ്ഞത് വേറെ ഒന്നുമില്ല, ഫുഡേ ഉള്ളൂ, നമുക്ക് ഇവിടെ കണ്ടിട്ട് പോകാം. 1 മണിക്കൂർ അവിടെ വേസ്റ്റ് ആയോ? ആ 1 മണിക്കൂർ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ സംഭവം ഫേസിനെ പിടിച്ചത് റാങ്കാണ്. റാങ്കിൻ്റെ അങ്ങേയറ്റം ലഭിച്ച എനിക്കിത് പറ്റും. 8 മിനിറ്റ്. ഒരു സ്വർണ്ണമാണ് വേറൊന്നുമില്ല. എത്ര ആഘോഷിച്ച് അത് തന്നെ ഇനി കടത്തുറക്കം 4 പോകുന്നില്ല. ഞാൻ ചെയ്യില്ല. ഷെഡ് ഏത് കള്ളനാണ് സുഖമായിട്ട് ഇരുന്നിരിക്കാം. റൂം അടച്ച്
അടച്ചിട്ട് സിഗരറ്റ് വന്ന് ഇരിക്കുന്നു, അടയ്ക്കുന്നു, ആളെ കയറി വരുന്നു, ബാക്കിൽ നിന്ന് ഒരാൾ വന്നു, ഒറ്റ തള്ളു, അല്ല ബാക്കി എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ അതങ്ങ് ചെയ്യും. സംഭവം കൊള്ളാം കേട്ടോ. ഇത് ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണിത്. ഉള്ള കാര്യം ഞാൻ പറയാം. ഇവാലടച്ചിട്ട് നല്ല ബീച്ചാണ് കർണാടക സ്ട്രക്ചർ. അത് ചെരിപ്പിടാനായിരിക്കും അത് അവിടെ കൊണ്ട് വെച്ചാൽ ഇതേപോലെ മുകളിലുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങോട്ട് കുഴപ്പമില്ല. അപ്പോൾ എന്നിരുന്നാലും ഇന്ന് ഈ വീഡിയോ അവസാനിക്കുന്നു. ബാക്കി നാളെ കാണാം.